സാർ, ഓരോ പ്ലേയേഴ്സിനും സെലക്ഷൻ കമ്മിറ്റി 20 ലക്ഷം വീതം ചോദിക്കുന്നുണ്ട് സാർ. എന്താ ഈ പറയുന്നത്? സാറേ പറയൂ സാറേ. നമ്മുടെ വിദ്യയെ ഇന്ത്യൻ ടീമിൽ ചേർക്കുന്നതിന് 20 ലക്ഷം ചോദിച്ചിരിക്കുന്നു ആ മുകേഷ്. ശരി സാറേ, അയാളെ ഞാൻ നേരി പോയി കണ്ട് സംസാരിക്കാം. सदर्न रेलवे प्लेयर मुकुंदानंद, യെസ് आपको सार अंदर बुला रहे. വിദ്യ. എക്സ്ക്യൂസ് മീ സർ. Hey, Mukundanand. Come, please sit down. കുഴപ്പമില്ല സർ. No formalities. ഇരിക്കടോ, it's okay. Please. दो चाय बोलना. ठीक है भाई साहब. Yes, Mukundanand, പറയൂ. സർ, ഇത് വിദ്യ. ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ ക്യാമ്പിൽ വന്നിരുന്നു. Of course. She's a bright player, I know. Good player. സർ, അത് ഏഷ്യൻ ടീമിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സാറ് പണം ചോദിച്ചെന്ന് റാം പറഞ്ഞു. എത്രയാ ചോദിച്ചേ? 20 lakhs സർ. കറക്റ്റാ, 20 lakhs. സർ, ഷീസ് പൂർ ഫാമിലി. അത്രയും പണത്തിന് ഇവർ എവിടെ പോകാനാണ് സർ? സി മുകുന്ദാനന്ദ്, ലാസ്റ്റ് 6 years ആയിട്ട് നമ്മുടെ ടീമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ല. ദിസ് ടൈം ഓൾസോ വെരി കോൺഫിഡൻറ്റ് നമ്മുടെ ടീമാണ് ജയിക്കാൻ പോകുന്നത്. ജയിച്ച ഓരോ പ്ലെയർക്കും സെൻട്രൽ ഗവൺമെന്റ് 50 lakhs കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോബ്, പിന്നെ എന്ത് വേണം? ഹൗ മെനി ബെനിഫിറ്റ്സ്? ഞാൻ ജസ്റ്റ് 20 lakhs അല്ലേ ചോദിച്ചുള്ളൂ. ബിഗ് ഡീൽ. ശരി മുകുന്ദാനന്ദ്, നീ നേരിൽ വന്നതുകൊണ്ട് കുട്ടിയോട് പറ, ജസ്റ്റ് ഒരു 10 lakhs മാത്രം എക്സ്ട്രാ കൊടുക്കാൻ പറ. ദാറ്റ് മേക്സ് ഇറ്റ് 30 lakhs. Good. Well played, Mukundanand. താങ്ക് യു സർ. Good. Well played. Well. എന്താ മുകുന്ദാനന്ദ് സാറേ, കോച്ചാകാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ എന്താ പറഞ്ഞത്, നീ എന്താ ചെയ്തിട്ട് വന്നിരിക്കുന്നേ? സർ, നമ്മൾ ജയിച്ചല്ലോ സർ. പ്ലെയർ ആയിട്ട് നീ ജയിച്ചു, കോച്ചായ ഞാൻ തോറ്റിരിക്കുക. റിമെമ്പർ വൺ തിങ്, ഇനി മേലിൽ നിനക്ക് എന്റെ ടീമിൽ ഒരിക്കലും കളിക്കാൻ കഴിയില്ല. ദിസ് ഈസ് അവർ ലാസ്റ്റ് ഗെയിം. ഏയ് മുകുന്ദാനന്ദ്, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുന്ന പോലെയാണല്ലോ നീ നോക്കുന്നത്. ഡൗട്ട് വേണ്ട, പ്രതികാരം തന്നെയാ സർ, ചെയ്യുന്നത്. നിങ്ങൾ പഴയ ഏയ്, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യേ. പോ ഔട്ട്. സർ, ഈ കുട്ടിയെ എങ്ങനെ ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓ വാവ്, ഗുഡ്, ഗോ. വരട്ടെ, വിദ്യ വാ. मैं बात करो. നമസ്കാരം സർ. वाह अलेक्स, मैं 5 बजे बुलाता हूँ. എങ്ങനെ പോകുന്നു? സുഖമാണ് സർ. ഇതെന്റെ ഫ്രണ്ട് മുകുന്ദാനന്ദൻ, Okay. സദൻ റെയിൽവേ പ്ലെയർ. നമസ്കാരം. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുക. നോക്കൂ മുകുന്ദാനന്ദ്, എൻ്റെ പേഴ്സണൽ അഡ്വൈസാ. ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോയി നിങ്ങളുടെ ജീവിതത്തിൽ മുകേഷ് കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അത് വിടുന്നതാ നല്ലത്. വിദ്യയ്ക്ക് വേണ്ടി യൂണിയനിൽ പോയി സംസാരിച്ചതുകൊണ്ട് എന്നെയും പ്ലേയേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കി ആരും വരാത്ത ഒരു റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോസ്റ്റ് ചെയ്തു ആ മുകേഷ് റാത്തോർ. രണ്ടു മാസം കഴിഞ്ഞ് ഏഷ്യൻ ഗെയിംസ് നടന്നു. ഫൈനലിൽ ഇന്ത്യയും ഇറാനും പോരാടി. അതിൽ ഇന്ത്യ ഫൈനലിൽ ഇറാനോട് തോറ്റു. ഇന്ത്യയിൽ കബഡിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആസ്വാദകർക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ദിവസമായി മാറി. ആ അപമാനത്താലും വിദ്യയ്ക്ക് പരിഗണന കിട്ടാത്തതുകൊണ്ടും അവളെടുത്ത തീരുമാനം കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യ കബഡിയിൽ തോറ്റിട്ടില്ല. എന്നാ ഇപ്പോ ഫൈനലിൽ ഇന്ത്യ തോറ്റുപോയി. 2 മാസത്തിന് മുൻപ് ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ സെലക്ട് ആയി. നന്നായി പെർഫോം ചെയ്തു. ഫൈനൽ പ്ലെയേഴ്സ് ലിസ്റ്റിൽ എന്നെ സെലക്ട് ചെയ്ത സെലക്ഷൻ കമ്മിറ്റി 30 ലക്ഷം രൂപ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. കഴിവുണ്ടായിട്ടും പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ പുറത്താക്കി. സ്പോർട്സിൽ കഴിവും വിശ്വാസമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഞാൻ ഇപ്പം എടുത്ത ഈ തീരുമാനം ചിലർക്ക് മണ്ടത്തരമായിട്ട് തോന്നാം. എന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞതിന് ശേഷം
വെറും ഒരു മനുഷ്യജീവനായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എനിക്കെതിരെ ഉണ്ടായ അനീതി മീഡിയയും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇപ്പൊ സെലക്ഷൻ കമ്മിറ്റി ഹെഡായിരിക്കുന്ന മുകേഷിനെ മാറ്റണം. എന്റെ സഹോദരി ഒരു കബഡി പ്ലെയറാ. ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാണ്. മോളെ, അച്ഛനെ നോക്കിക്കോണേ. സോറി അച്ഛാ.